എല്ലാവർക്കും വിനീതമായ നമസ്കാരം. മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി സാധിച്ചത്. ഒരുപാട് ആളുകൾ കമൻറ്റിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് നിരവധി സന്ദേശങ്ങൾ വന്നിരുന്നു. ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടുന്ന സാഹചര്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ തീർത്ഥാടന യാത്രകൾ എന്നിവയൊക്കെ വരുമ്പോൾ ചില സമയത്ത് വീഡിയോസുകൾ ചെയ്യാൻ കഴിയാതെ പോകാറുണ്ട്. ഓരോ പുതുവർഷം വരുമ്പോഴും ആ പുതുവർഷത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ നക്ഷത്രക്കാരും ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നിലവിൽ ഓരോ നക്ഷത്രക്കാരുടെയും ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ചൊക്കെ നിരവധി എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ശുക്രൻ്റെ രാശി മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡാണ്. ശുക്രൻ എന്ന് പറയുന്നത് ജ്യോതിഷവിധി പ്രകാരം സുഖഭോഗങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ഒരു ഗ്രഹമായിട്ടാണ് പറയുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ശുക്രൻ രാശി മാറുന്ന സമയത്ത് ചില നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. എന്നാൽ അതുപോലെ തന്നെ നിലവിൽ സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾക്ക് ഈ സമയത്ത് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായിരുന്നാലും മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് അഥവാ 27 നക്ഷത്രക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റം ഏതൊക്കെ രീതിയിലാണ് ഗുണം ചെയ്യുന്നത് എന്നും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ധനുമാസം 28-ാം തീയതി തിങ്കളാഴ്ച ശുക്രൻ ധനുരാശിയിൽ നിന്ന് മകരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. എന്നാൽ ഇതിൻ്റെ ഫലസിദ്ധി കൂടുതലായിട്ടും ലഭിച്ചു തുടങ്ങുന്നത് ജനുവരി 13-ാം തീയതി ചൊവ്വാഴ്ച മുതലാണ്. ഇപ്രകാരം ജനുവരി 13 മുതൽ മാർച്ച് 1 വരെയുള്ള കാലങ്ങളിൽ ശുക്രൻ്റെ രാശി മാറ്റത്തിലൂടെ സംഭവിക്കുന്ന ശുഭഫലങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു കാലയളവിനുള്ളിലായിട്ട് ശുക്രൻ 2 തവണ രാശി മാറുന്നുണ്ട്. യഥാക്രമം മകരം 22-ന് അഥവാ ഫെബ്രുവരി 5-ാം തീയതി ശുക്രൻ മകരത്തിൽ നിന്ന് കുംഭത്തിലേക്കും, കുംഭമാസം 17-ാം തീയതി അഥവാ മാർച്ച് 1 കുംഭൻ രാശിയിൽ നിന്ന് മീനത്തിലേക്കും ശുക്രൻ പ്രവേശിച്ചിരിക്കും. ഈ കാലയളവ് എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടതും പല സൗഭാഗ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുമായ കാലയളവാണ്. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ സമയം എപ്പോഴാണ് നല്ലതാകുന്ന സമയത്ത് നമ്മൾ സ്വമേധ രക്ഷപ്പെടുമല്ലോ എന്നുള്ളതൊക്കെയാണ്. എന്നാൽ എല്ലാ നക്ഷത്രക്കാർക്കും ആ രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണമെന്നില്ല. കാരണം ജാതകത്തിൽ ഭാഗ്യയോഗമുള്ള ആളുകൾക്കാണ് നല്ല കാലം വരുന്ന സമയത്ത് സാമ്പത്തിക ഉയർച്ചയും അതുപോലെ തന്നെ ജീവിത മാറ്റങ്ങളൊക്കെ ഉണ്ടാകുക. അപ്രകാരം അല്ലെങ്കിൽ ഇത്തരത്തിൽ നക്ഷത്ര ഫലപ്രകാരം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട രീതിയിൽ പ്രതിഫലിക്കണമെന്നില്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു. അപ്പോൾ കാലങ്ങൾ മാറുന്ന സമയത്ത് നമ്മൾ രക്ഷപ്പെടുമല്ലോ എന്ന് കരുതി ഇരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജാതകം പരിശോധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടക്കാൻ ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇന്ന് പല ആളുകളും ജ്യോതിഷമൊക്കെ നോക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണ്. എന്നാൽ ഏറ്റവും നല്ലത് നമ്മുടെ നല്ല കാലത്ത് തന്നെ അവരവരുടെ ജനനതീയതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീവിതം എപ്രകാരമാണ് പോകുന്നതെന്ന് ജ്യോതിഷവിധി പ്രകാരം മനസ്സിലാക്കുകയും അതിലെ നല്ല കാലങ്ങളും മോശം കാലങ്ങളും തിരിച്ചറിഞ്ഞ് അതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയുമാണ് വേണ്ടത്. നല്ല കാലങ്ങളിൽ എന്തായിരുന്നാലും നല്ല കാര്യങ്ങൾ സംഭവിക്കും. ആദ്യം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. ശുക്രൻ്റെ രാശിമാറ്റം ഈ നക്ഷത്രക്കൂറുകാർക്ക് മഹാഭാഗ്യയോഗമാണ് നൽകുന്നത്. ഒരാളുടെ ജാതകത്തിൽ ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തി ശുക്രൻ്റെ സ്ഥാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എന്നിരുന്നാലും പൊതുവായി ചിന്തിക്കുമ്പോൾ മേടക്കൂറുകാരുടെ കർമ്മഭാവത്തിലേക്കാണ് ശുക്രൻ നിലവിൽ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനുവരി 13-ന് ശേഷം ഫെബ്രുവരി 5 വരെയുള്ള കാലം തൊഴിൽപരമായ കാര്യങ്ങളിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു കാലമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ജോലിയുള്ള ആളുകൾക്ക് ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകുക, ജോലി ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലി ലഭിക്കുക, അതുപോലെ വരുമാനമൊക്കെ കുറഞ്ഞിരിക്കുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് എല്ലാ മേഖലയിലും വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ മകരം 22-ന് അതായത് ഫെബ്രുവരി 5 ശുക്രൻ മകരൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് മാറും. പിന്നീട് കുംഭം 17 വരെ കുംഭൻ രാശിയിലൂടെ തന്നെയാണ് ശുക്രൻ കടന്നു പോകുന്നത്. അതായത് മാർച്ച് 1 വീണ്ടും മീനൻ രാശിയിലേക്ക് മാറുകയാണ്.
അപ്പോൾ മാർച്ച് 1 മുതൽ അങ്ങോട്ടേക്ക് കൂടുതൽ ചിലവുകളൊക്കെ ഉണ്ടാകുന്നൊരു കാലമായിട്ട് ഈ നക്ഷത്രക്കാർ കാണണമെങ്കിലും പൊതുവിൽ ചിന്തിക്കുമ്പോൾ ഫെബ്രുവരി അവസാനം വരെയുള്ള കാലയളവ് ഈ നക്ഷത്രക്കുറുകാർക്ക് കൂടുതൽ ഗുണങ്ങൾ തന്നെയാണ് നൽകുന്നത്. ഇവിടെ ഫെബ്രുവരി 5-നും മാർച്ച് 1-നും ഇടയിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് അപ്രതീക്ഷിത ധനാഗമന യോഗമാണ് കാണുന്നത്. കാരണം ശുക്രൻ 11-ാം ഭാവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കുറുകാർക്ക് ലാഭം വർദ്ധിക്കുക, ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ഇവരിലേക്ക് പല നല്ല കാര്യങ്ങൾ വന്നു ചേരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയണമെങ്കിലും 27 നക്ഷത്രക്കാരെക്കുറിച്ചും പറയണമെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ചുരുക്കിയാണ് ഇതിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ചില നക്ഷത്രക്കുറുകാർക്ക് കൂടുതൽ കാര്യങ്ങളുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആ നക്ഷത്രക്കാരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയും. എന്നാൽ ചില നക്ഷത്രക്കുറുകാർക്ക് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത് എന്നുള്ളതുകൊണ്ട് ആ കാര്യങ്ങൾ മാത്രമായിരിക്കും ഇതിലൂടെ സൂചിപ്പിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എപ്പിസോഡ് ശ്രവിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ചില നക്ഷത്രക്കാരെക്കുറിച്ച് കുറച്ച് പറഞ്ഞു എന്നുള്ള പരാതിയൊക്കെ വരാറുണ്ട്. ഇനി നമുക്ക് ഇടവക്കൂറിലേക്ക് വരാം. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജനുവരി 13 മുതൽ ഏതാണ്ട് മാർച്ച് 1 വരെയുള്ള കാലയളവിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മഭാവത്തിലുമായിട്ടാണ് ശുക്രനെ കാണുന്നത്. കൃത്യമായി പറഞ്ഞാൽ ജനുവരി 13 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള കാലയളവിൽ ഈ നക്ഷത്രക്കുറുകാരുടെ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നു. മകരൻ രാശിയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഭാഗ്യം കൊണ്ട് ധനമുണ്ടാകുക, അതായത് ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സമ്മാനങ്ങൾ ലഭിക്കുക, ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ മൂല്യവസ്തുക്കൾ ലഭിക്കുക എന്നിവയ്ക്കൊക്കെ സാധ്യതയുള്ളൊരു സമയമായിരിക്കും ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിന്നാൽ ഉണ്ടാകുക. എന്നാൽ പിന്നീട് അങ്ങോട്ടേക്ക് ഈ ഭാഗ്യം അവരുടെ തൊഴിൽപരമായ ഒരു ഭാഗ്യമായിട്ട് മാറുകയും വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമൊക്കെ ആയിട്ട് ഫെബ്രുവരി 5-നും മാർച്ച് 1-നും ഇടയിലുള്ള സമയം മാറും എന്നുള്ളതാണ്. കാരണം ഈ ഒരു കാലയളവിൽ ശുക്രൻ നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ്, അഥവാ ഈ നക്ഷത്രക്കൂറുകാരുടെ കർമ്മഭാവത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കാലയളവിനെ ഏറ്റവും മനോഹരമായി വിനിയോഗിക്കാൻ ഈ നക്ഷത്രക്കുറുകാർക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുവിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ തന്നെയാണ് ഇടവക്കുറുകാർക്കും ഈ സമയത്ത് കൂടുതലായിട്ട് കാണുന്നത്. കാർത്തികയുടെ അവസാനത്തെ 45 നാഴികയും രോഹിണിയും മകരത്തിൻ്റെ ആദ്യ പകുതിയുമാണ് ഇടവക്കുറിൽ വരിക എന്ന കാര്യം സൂചിപ്പിക്കുന്നു. ഇനി മിഥുനക്കുറുകാരെക്കുറിച്ചാണ്. മകരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയും ചില നക്ഷത്രക്കാരാണ് മിഥുനക്കൂറിൽ വരുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി 5-നും മാർച്ച് 1-നും ഇടയിലുള്ള സമയമാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യമായിട്ട് കാണുന്നത്. ജനുവരി 13-ഓടുകൂടി ശുക്രൻ്റെ സ്ഥാനം അഷ്ടമഭാവത്തിലാണ്. ജാതകത്തിൽ ഭാഗ്യയോഗമുള്ള മിഥുനക്കൂറുകാർക്ക് ചില സൗഭാഗ്യങ്ങളൊക്കെ ഈ സമയത്ത് ലഭിക്കുമെങ്കിലും വളരെയേറെ ബുദ്ധിമുട്ട് ഉള്ള ആളുകൾക്ക് പോലും ഏറ്റവും കൂടുതൽ ഭാഗ്യമായി മാറുന്നത് ഫെബ്രുവരി 5-നും മാർച്ച് 1-നും ഇടയിലുള്ള സമയമാണ്. ഈ കാലയളവിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള കാലയളവായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി കർക്കിടകക്കുറുകാരെ കുറിച്ചാണ് പറയുന്നത്. പുണർദത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയമായില്ല. ഈ നക്ഷത്രക്കുറുകാരുടെ 7-ാം ഭാവത്തിലൂടെയാണ് ശുക്രൻ ജനുവരി 13 മുതൽ കടന്നു പോകുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ഫെബ്രുവരി 5 കൂടിയിട്ട് ഈ നക്ഷത്രക്കുറുകാരുടെ അഷ്ടമഭാവത്തിലേക്ക് ശുക്രൻ മാറുകയും ചെയ്യും. അഷ്ടമഭാവം എന്ന് പറയുമ്പോൾ 8-ാം ഭാവമാണ്. അത് മാർച്ച് 1 വരെയാണ് ശുക്രൻ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുക. എന്നാൽ ഇവിടെ കർക്കിടകക്കുറുകാർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യമായി മാറുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയേക്കാൾ ഉപരിയായിട്ട് അവരുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള സുഖങ്ങളും സന്തോഷങ്ങളും തന്നെയാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ദമ്പതികളായിട്ടുള്ള ആളുകൾക്ക് വളരെ സൗഭാഗ്യ ദിനങ്ങളായിട്ട് ഈ ഒരു സമയം മാറുന്നു. പ്രത്യേകിച്ച് ജനുവരി 13 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള സമയം ഏറ്റവും ഭാഗ്യമുള്ള സമയമായിട്ട് മാറും. ഇനി വിവാഹം നടക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല വിവാഹാലോചനകൾ വരാനും അല്ലെങ്കിൽ ശുഭകരമായി വിവാഹം നടക്കാനും ഒക്കെയുള്ള സാധ്യതയാണ് കർക്കിടകക്കുറുകാർക്ക് ജനുവരി 13-നും ഫെബ്രുവരി 5-നും ഇടയിലുള്ള സമയം കാണുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് മാർച്ച് 1 വരെ ചില കാര്യങ്ങൾ സൗഭാഗ്യമൊക്കെ ഉണ്ടാകുമെങ്കിലും ജാതകം പരിശോധിച്ച് മറ്റ് ദോഷങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും കൂടി കർക്കിടകക്കുറുകാർ ആ ഒരു സമയത്ത് ചെയ്യണം. കാരണം അഷ്ടമത്തിലേക്ക് ശുക്രൻ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തികത്തിന് ആ സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. എങ്കിലും മാർച്ച് 1-ന് ശേഷം പിന്നെ ഭാഗ്യസ്ഥാനത്തേക്ക് ശുക്രൻ വീണ്ടും പ്രവേശിക്കും. അതുകൊണ്ട് ഫെബ്രുവരി 5-നും മാർച്ച് 1-നും ഇടയിൽ ചില സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീട് ഭാഗ്യമായിട്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കുറുകാർക്ക് മാറുകയും ചെയ്യും. ഇപ്പോൾ കർക്കിടകക്കുറ് എന്ന് പറയുന്നത് പുണർദത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയമായില്യമാണ്. ഇത് കൃത്യമാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ അവരവരുടെ ജനനതീയതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് വേണം നമുക്ക് നക്ഷത്രം ഏത് കൂറിലാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ. അപ്പോൾ എന്തായിരുന്നാലും അതൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വരാനുള്ള സാധ്യതയില്ല. ഇനി ചിങ്ങക്കൂറുകാരെ കുറിച്ചാണ്. മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഈ 3 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 6-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയും പിന്നീട് 7-ലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ജനുവരി 13 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള കാലയളവിൽ സാമ്പത്തിക ഇടപാടുകൾ കൊണ്ട് ചില പ്രയാസങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ചില നക്ഷത്രക്കാർക്ക് ഗുണങ്ങളും ചില നക്ഷത്രക്കാർക്ക് ദോഷങ്ങളും ഒക്കെ ഉണ്ടാകാം.
പ്രത്യേകിച്ച് ധന ഇടപാടുകളിലൂടെ ശത്രുത ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് കാണുന്നു. അതുകൊണ്ട് ഫെബ്രുവരി 5 വരെ അല്പ ശ്രദ്ധയോടുകൂടി തന്നെ ഈ നക്ഷത്രക്കുറുകാർ മുന്നോട്ട് പോകേണ്ടതാണ്. എന്നാൽ ഫെബ്രുവരി 5-ന് ശേഷം മാർച്ച് 1 വരെയുള്ള കാലയളവിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് അപൂർവതയും ഐശ്വര്യമൊക്കെ വരുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ദമ്പതികൾക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ വരുന്ന സമയമായിട്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ശുഭ ആലോചനകൾ, അതോടൊപ്പം തന്നെ വിവാഹം നടന്നു കിട്ടാനും സാധ്യത ഈ സമയത്ത് വളരെ കൂടുതലാണ്. മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജാതകത്തിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. പൊതുവായ നക്ഷത്രഫലം എന്ന് പറയുമ്പോൾ 100-ൽ 5% കാര്യങ്ങൾ മാത്രമാണ് നമുക്കറിയാൻ കഴിയുക. ഒരേ നക്ഷത്രക്കാരിൽ തന്നെ അതിസമ്പന്നരും അതുപോലെ വളരെ ദരിദ്രരും ഒക്കെ ഉണ്ടാകും. അതൊക്കെ തന്നെ അവരുടെ ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജാതകത്തിലെ ഗ്രഹനില പ്രകാരമാണ് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായിരുന്നാലും ഈ നക്ഷത്രക്കുറുകാർക്ക് ഇപ്പോൾ അഷ്ടമശനിയുണ്ട്. ശാരീരിക കാര്യങ്ങളിൽ ക്ലേശങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് കന്നിക്കുറുകാരെ കുറിച്ച് പറയാം. ഉത്തരത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. ഈ 3 നക്ഷത്രക്കാർക്കും ചില കാര്യങ്ങൾ ഭാഗ്യയോഗങ്ങളൊക്കെ ഉള്ള സമയമാണ്. എന്നാൽ 7-ൽ ശനി സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾക്ക് സാധ്യതയും അതുപോലെ തന്നെ സൗഹൃദങ്ങളിൽ പിണക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഈ സമയത്തുണ്ട്. എന്നാൽ ശുക്രൻ്റെ രാശിമാറ്റം ഈ നക്ഷത്രക്കുറുകാർക്ക് അനുകൂലമായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ജനുവരി 13-നും ഫെബ്രുവരി 5-നും ഇടയിലുള്ള സമയത്ത് ഈ നക്ഷത്രക്കുറുകാർക്ക് പുതിയതായിട്ട് ചില സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ കൊണ്ട് മുന്നേറ്റം കൈവരിക്കാനും കഴിയുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് ഭാഗ്യയോഗങ്ങളൊക്കെ ഈ സമയത്ത് കാണുന്നു. അതായത് സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുക അല്ലെങ്കിൽ സന്താനങ്ങളിലൂടെ ധനാഭിവൃദ്ധി ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. എന്നാൽ ഫെബ്രുവരി 5-ന് ശേഷം മാർച്ച് 1 വരെയുള്ള സമയങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. മാർച്ച് 1-ന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് കുറച്ച് ശുഭകരമായിട്ടുള്ള സമയമായിട്ട് ഈ നക്ഷത്രക്കുറുകാർക്ക് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളെല്ലാം ഈ നക്ഷത്രക്കുറുകാർക്ക് ഈ സമയത്ത് ശുഭകരമായി തന്നെ കാണുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് തുലാക്കുറുകാരെ കുറിച്ചാണ്. ചിത്തിരയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയും ചില നക്ഷത്രക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം നിലവിലിപ്പോൾ വലിയ ദോഷങ്ങളില്ലാത്തൊരു സമയമാണ്. കണ്ടകശനി അല്ലെങ്കിൽ ഏഴശനി ഒന്നും ഇല്ലാത്ത നല്ലൊരു കാലയളവിലൂടെയാണ് ഈ നക്ഷത്രക്കുറുകാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല പൊതുവിൽ വളരെയേറെ ദേവപ്രീതി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലയളവാണ്. അതുകൊണ്ട് തന്നെ ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കഴിയും. അവരവരുടെ ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ദേവപൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഫലസിദ്ധിയൊക്കെ ലഭിക്കുന്ന ഒരു കാലയളവാണ് ഇപ്പോൾ. അപ്രകാരം ചിന്തിക്കുമ്പോൾ ജനുവരി 13-നും ഫെബ്രുവരി 5-നും ഇടയിലുള്ള സമയത്ത് ഈ നക്ഷത്രക്കുറുകാർക്ക് സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യം വരുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട് ചില പുതിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. ഭവന നിർമ്മാണത്തിന് സാധ്യതയുള്ള സമയമാണ്. എല്ലാറ്റിനും വരികയായിട്ട് ഭവനം പുതുക്കി പണിയാനോ വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ സർവ്വ ഐശ്വര്യാദികളും ഇവരുടെ ഭവനത്തിലേക്കാണ് വരുന്നതായിട്ട് കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകും. അതുപോലെ ഫെബ്രുവരി 5-ന് ശേഷം മാർച്ച് 1 വരെയുള്ള സമയങ്ങളിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് സന്താനങ്ങൾക്ക് സൗഭാഗ്യയോഗം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പൊതുവിൽ നടുവേദന, കാലുവേദന പോലെ ചില പ്രയാസങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുമെങ്കിലും അത്തരം ശാരീരിക ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും ശുഭഫലങ്ങളാണ് ഈ സമയത്ത് കാണുന്നത്. ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചു നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അവരവരുടെ ജാതകവിധി പ്രകാരമുള്ള കർമ്മദോഷങ്ങൾ പരിഹരിക്കാനുള്ള പ്രാർത്ഥന ഈ സമയത്ത് ചെയ്തു പോവുക. കാരണം അതിലൂടെയൊക്കെ ഭാവിയിലേക്ക് നല്ല കാര്യങ്ങൾ നേടാനും ശുഭഫലങ്ങൾ അനുഭവിക്കാനും ഈ നക്ഷത്രക്കുറുകാർക്ക് സാധിക്കും. പൊതുവിൽ ചിന്തിക്കുമ്പോൾ നല്ല ഒരു സമയമായിട്ട് തന്നെയാണ് ഈ നക്ഷത്രക്കുറുകാർക്ക് ഇപ്പോൾ കാണുന്നത്. ഇനി വൃശ്ചികക്കുറുകാരെ കുറിച്ചാണ് പറയുന്നത്. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റം അത്ര കണ്ട് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണിക്കുന്നില്ല. എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ ചില ശുഭഫലങ്ങൾ പറയേണ്ടതായിട്ടുമുണ്ട്. പൊതുവിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് ഇപ്പോൾ അധികരിച്ച ചിലവുള്ളൊരു സമയമാണ്. പൈസ എത്ര കിട്ടിയാലും കയ്യിൽ നിൽക്കാത്തൊരു സമയമാണ്. വീടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പണം കയ്യിൽ നിന്ന് ചെലവഴിച്ച് പോകേണ്ടുന്നൊരു സമയമാണ്. ദാനധർമാദികൾക്കും ദേവകർമ്മങ്ങൾക്കും വളരെ പ്രാധാന്യമുള്ളൊരു സമയമാണ്. സാധാരണ ഇതിൽ ചിന്തിക്കുമ്പോൾ കണ്ടകശനിയോ അല്ലെങ്കിൽ ദോഷസമയമോ ഒന്നുമല്ല എങ്കിൽ പോലും ദേവസാന്നിധ്യം മറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം കുറഞ്ഞിരിക്കുന്നൊരു സമയമാണ്. ഇത് തിരിച്ചറിഞ്ഞ് ഗുരുപ്രീതി നേടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ദേവകർമ്മങ്ങളിൽ കൂടുതൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഈ നക്ഷത്രക്കുറുകാർ ഇപ്പോൾ ചെയ്യേണ്ടത്. കയ്യിലിരിക്കുന്ന പണം ജനുവരി 13 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള സമയങ്ങളിൽ കൂടുതലായിട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുകയും അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ, മൂല്യവസ്തുക്കൾ എന്നിവയൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥനകൾ ഈ സമയത്ത് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. എന്നാൽ ഫെബ്രുവരി 5-നും മാർച്ച് 1-നും ഇടയിൽ ഈ നക്ഷത്രക്കുറുകാരുടെ ഭവനത്തിലേക്ക് ഐശ്വര്യാദികൾ വരാനും ലക്ഷ്മി സാന്നിധ്യം നിറയാനും സാധ്യതയുണ്ട്. അപ്രകാരം പറയുമ്പോൾ കാർഷിക വിളകളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഈ നക്ഷത്രക്കുറുകാർക്ക് ഈ ഫെബ്രുവരി 5-നും മാർച്ച് 1-നും ഇടയിൽ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്.
ഇനി നമ്മൾ പറയുന്നത് ധനുക്കുറരെ കുറിച്ചാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഈ 3 നക്ഷത്രക്കാർക്കും ഇപ്പോൾ കണ്ടകശനി നടക്കുന്ന സമയമാണ്. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തർക്കം, വഴക്ക് അല്ലെങ്കിൽ നിയമപ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും ദേവപ്രീതിയോടുകൂടി തന്നെയാണ് ഈ നക്ഷത്രക്കൂറുകാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 7ാം ഭാവത്തിൽ വ്യാഴം ഉണ്ട്. ഈ നക്ഷത്രക്കൂറിൽ നിന്നാണ് ശുക്രൻ മകരത്തിലേക്ക് മാറിയിരിക്കുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ നക്ഷത്രക്കൂറിന് 2ാം ഭാവത്തിലാണ് ശുക്രൻ വരുന്നത്. ജനുവരി 13-നും ഫെബ്രുവരി 5-നും ഇടയിൽ സാമ്പത്തിക പുരോഗതി തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത്. സംസാരത്തിലൂടെ ധനം സമ്പാദിക്കാൻ കഴിയുക, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അഭിവൃദ്ധിയും ഐശ്വര്യമൊക്കെ വരിക എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. ഫെബ്രുവരി 5-നും മാർച്ച് 1-നും ഇടയിൽ ഈ നക്ഷത്രക്കൂറുകാരുടെ സഹോദര സ്ഥാനത്തുള്ള ആളുകൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. മറ്റെല്ലാ കാര്യങ്ങളും നിലവിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് ശുഭകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി മകരക്കൂറുകാരെ കുറിച്ചാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, ഔട്ടത്തിൻ്റെ ആദ്യ പകുതി. ഈ നക്ഷത്രക്കൂറിലൂടെയാണ് ഇപ്പോൾ ശുക്രൻ സഞ്ചരിക്കുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായ കഴിവുകൾ കൊണ്ട് ഒരുപാട് ശോഭിക്കാൻ കഴിയുന്ന സമയമായിട്ട് ജനുവരി 13-നും ഫെബ്രുവരി 5-നും ഇടയിലുള്ള സമയത്തെ കാണാം. പ്രത്യേകിച്ച് ഇവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുക, അതുപോലെ നൃത്തം, സംഗീതം തുടങ്ങിയ കലകളുമൊക്കെയായി ബന്ധപ്പെട്ട് അഭിവൃദ്ധിയും ഐശ്വര്യവും പേരും പ്രശസ്തിയും ഒക്കെ ഈ നക്ഷത്രക്കൂറുകാരിലേക്ക് ഒഴുകി വരുന്നൊരു സമയമാണ്. ദേവപ്രീതിക്കായിട്ട് സമയം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം വ്യാഴം ഇപ്പോൾ മറഞ്ഞു നിൽക്കുന്ന സമയമാണ്. കുറേ പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ഫലസിദ്ധി ഇല്ലെന്നൊക്കെ തോന്നിയേക്കാം. എങ്കിലും പ്രാർത്ഥന കൈവെടിയാതെ മുന്നോട്ട് പോവുക. മുന്നോട്ട് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഫെബ്രുവരി 5-നും മാർച്ച് 1-നും ഇടയിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കാലയളവായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഈ ശുക്രൻ്റെ രാശി മാറ്റവുമായിട്ട് നക്ഷത്രഫലപ്രകാരം കാണുന്നത്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ നക്ഷത്രഫലത്തിലേക്ക് വരാം. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം, പുരുരുട്ടാതിയുടെ ആദ്യത്തെ 45 നാഴിക. ഈ 3 നക്ഷത്രക്കാർക്കും ശുക്രൻ്റെ രാശി മാറ്റത്തിലൂടെ ചില ശുഭഫലങ്ങളും ദോഷഫലങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിൽ ജനുവരി 13 മുതൽ ഫെബ്രുവരി 5 വരെ വളരെയേറെ ചിലവുകൾ കൂടുതലുള്ള സമയമായിട്ട് കുംഭക്കൂറുകാർക്ക് കാണുന്നു. മാത്രമല്ല സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ അവനവൻ്റെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വസ്തുവകൾ വാങ്ങുക എന്നിവയ്ക്ക് ഈ സമയത്ത് വളരെ പ്രാധാന്യമുണ്ട്. ഭൂമി വാങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുക, വാഹനം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തികം ചെലവഴിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. അപ്രകാരം അല്ലെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഈ സമയത്ത് കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ ഒരുപക്ഷെ ഇത്തരത്തിൽ എന്തെങ്കിലും മൂല്യവസ്തുക്കൾ ശേഖരിക്കുക വഴി സാധിക്കും. കാരണം ഒരു രീതിയിൽ മറ്റൊരു വസ്തു വാങ്ങുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പണം പോകുന്നു എന്നുള്ള ഒരു കർമ്മവും അവിടെ നടക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഫെബ്രുവരി 5-നും മാർച്ച് 1-നും ഇടയിലാണ് ഈ നക്ഷത്രക്കൂറുകാർക്ക് കലാരംഗത്ത് ശോഭിക്കാനും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യവും അംഗീകാരവും ലഭിക്കുന്നത് എന്ന് തന്നെയാണ് നക്ഷത്രഫലപ്രകാരം കാണുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മീനക്കൂറുകാരെ കുറിച്ചാണ്. പുരുരുട്ടാതിയുടെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി. ഈ 3 നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജന്മശനി നടക്കുന്ന സമയമാണ്. ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാവാം, ചെറിയ ചതവുകളും അല്ലെങ്കിൽ മുറിവുകളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ ജാതകവിധി പ്രകാരം കൃത്യമായി ജാതകം പരിശോധിച്ച് അതിനാവശ്യമായ പ്രാർത്ഥനയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ശുക്രൻ 11-ലൂടെ സഞ്ചരിക്കുമ്പോൾ, അതായത് ജനുവരി 13-നും ഫെബ്രുവരി 5-നും ഇടയിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് മഹാഭാഗ്യയോഗമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവർ വിചാരിക്കുന്ന ഏത് കാര്യവും നേടിയെടുക്കാൻ ഈ സമയത്തിനുള്ളിൽ സാധിക്കും. അതോടൊപ്പം തന്നെ സമ്മാനാദികൾ ലഭിക്കാനും മൂല്യവസ്തുക്കൾ കിട്ടാനും ഒക്കെ ഈ സമയത്ത് യോഗഭാഗ്യങ്ങളുണ്ട് എന്ന് കൂടി ഇതിലൂടെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഫെബ്രുവരി 5-നും മാർച്ച് 1-നും ഇടയിൽ ഈ നക്ഷത്രക്കൂറിൻ്റെ 12ാം ഭാവത്തിലേക്ക് ശുക്രൻ മാറി സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട്, അഥവാ കുംഭൻ രാശിയിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ വളരെയേറെ നഷ്ടങ്ങളും അല്ലെങ്കിൽ അധികരിച്ച പണച്ചെലവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഈ സമയത്ത് പണം ചെലവഴിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഗുണകരമായിരിക്കുമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ വളരെ ദൈവാധീനവും ഐശ്വര്യവും ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ ജന്മശനി ആയതുകൊണ്ട് ചില പ്രയാസങ്ങളും മനോദുഃഖങ്ങളും ഒക്കെ ചില സമയത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റുള്ളവരിൽ നിന്ന് കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ നിയമപ്രശ്നങ്ങൾ വരാതിരിക്കാനും ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും വലിയ ദോഷങ്ങളൊന്നും ഈ സമയത്ത് കാണുന്നില്ല എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. കാര്യം എല്ലാ ആളുകൾക്കും ഒരേപോലുള്ള അനുകൂല ഗുണങ്ങൾ കിട്ടണമെന്നില്ല. കാരണം അവരുടെ ജാതകത്തിലുള്ള അനുകൂല ഭാവം കൂടി വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതലായിട്ടുള്ള നല്ല ഫലങ്ങൾ ലഭിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മീനക്കൂറുകാർക്കും ഈ കാലയളവ് വളരെ മനോഹരമാക്കി തീർക്കാൻ കഴിയും. എല്ലാ നക്ഷത്രക്കാരെക്കുറിച്ചും ഇതിലൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മോശ സമയം നമ്മൾ തിരിച്ചറിഞ്ഞ് കൃത്യമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. നല്ല കാലത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും. എന്നാൽ ഏത് സമയത്താണ് നമുക്ക് ദോഷമുള്ളത്, ഏത് സമയത്ത് ഏത് കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശുക്രൻ്റെ ഈ രാശി മാറ്റം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ എളിയ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. നമസ്കാരം.